സുഷിൻ ശ്യാം. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുന്നതോടെ മലയാളം ഇൻഡസ്ട്രിയുടെ ആ സീനെ അങ്ങ് മാറും എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഇപ്പം ഇതിൻ്റെ സക്സസ് തന്നെയാണ് അതിൻ്റെ ആൻസർ. ചില പടങ്ങൾ കാണുമ്പോൾ അറിയാം അത് വിജയിക്കോ വിജയത്തിൻ്റെ അല്ല, അതൊന്നും ആക്ച്വലി പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊജക്റ്റായിട്ടിരിക്കുക. അപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഒരു ട്രാവൽ പരിപാടീൻ്റെ കൂടെ ഇതിലും അങ്ങനെ ഒരു കൊടൈക്കനാൽ ട്രാവലും അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. എപ്പോഴും എനിക്കത് തിരിച്ച് ആലോചിക്കും, എന്താണ് ഞാൻ ഈ പടത്തിന് വേണ്ടി ചെയ്തത്. ആ ടൈമിലോട്ട് പോകണമെങ്കിൽ ദസ് എ പ്ലേസ്, ഒരു സ്ഥലം മനസ്സിലോട്ട് വരും. അപ്പം എനിക്ക് കൊടൈക്കനാലാണ്. ഞാൻ അവിടെ എൻ്റെ ഒരു വ്യൂ സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഞാൻ നെബുലകൾ ആക്ച്വലി കൊടൈക്കനാലിൽ നിന്നാണ് ചെയ്തത്. എനിക്ക് ആ തണുപ്പ് വേണമായിരുന്നു ആ പാട്ടിന്. അപ്പം അവിടെ ഒരു 6-7 ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് ആ സോങ്ങിലോട്ട് വന്നത്. കുറച്ച് ടൈം എടുത്തു ആ സോങ് ക്രാക്ക് ചെയ്യാൻ. സ്ക്രിപ്റ്റും ഐഡിയ സ്ക്രീൻ പ്ലേ പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് പടമായി കഴിഞ്ഞപ്പം എൻ്റെ പിന്നെയും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടി. അതിൻ്റെ വിഷ്വൽ സാധനം കൂടെ വന്നപ്പം ഐ വാസ് സോ എക്സൈറ്റഡ്. അപ്പോയിൻമെന്റ് ആണ് ഞാൻ ഇങ്ങനെ സീൻ മാറും എന്നൊക്കെ പറഞ്ഞത്. ഇറ്റ് വാസ് ടു മച്ച് ബിൽഡപ്പ് എൻ്റെ വായിന്ന് വന്നതാണ്. പക്ഷെ അതിങ്ങനെ സ്പ്രെഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഐ തിങ്ക് അതുകൊണ്ട് സിനിമ ഇറങ്ങിയപ്പോൾ മുൾമുനയിലായിരുന്നോ? ഞാൻ സിനിമ ഇറങ്ങുന്നതിൻ്റെ രാവിലെ എനിക്കിങ്ങനെ തിയേറ്ററിൽ പോകണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ. ഞാൻ വേറൊരു റിലീസിനും എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഈ പടം ഇറങ്ങുമ്പോൾ കാരണം എൻ്റെ ഒരു ഉറപ്പ് പോയതുപോലെ തോന്നി അത്. അപ്പം എനിക്ക് ഭയങ്കര പ്രഷറായത്. അതുകൊണ്ട് ഞാൻ ബിൽഡപ്സ് എനിക്ക് കുറച്ചിട്ട് അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ബിൽഡപ്പ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ 2 പ്രാവശ്യം ചിന്തിക്കും. സുഷിൻ്റെതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജേർണിന് എങ്ങനെയാ? ജേർണി വലിയ ജേർണി തന്നെയാണ്. ഒന്നുമില്ലാത്തടത്തുനിന്ന് ഇങ്ങനെ മെയിൻ സ്ട്രീം പ്രോജക്ട്സിലോട്ട് എത്താന്ന് പറയുന്നത് ആക്ച്വലി വലിയ ജേർണി തന്നെയായിരുന്നു. പിന്നെ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നു. ദീപകേട്ടൻ്റെ അടുത്താണെങ്കിലും ഞാൻ പല സ്ഥലത്തും ദീപകേട്ടൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ പ്രോജക്ട്സ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് വേറെ ആൾക്കാരും അസിസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ആൾക്കാർ ഓരോ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അവിടെ നിന്ന് കുറേ പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ വിദ്യാസാഗർ സാറിൻ്റെ കൂടെയും 2-3 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ദീപകേട്ടൻ ഒരു പ്രാവശ്യം ദീപകേട്ടൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം എന്നെ വിദ്യാസാഗറിൻ്റെ അടുത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. 2-3 അവിടെ നീ വർക്ക് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവിടെ പോയപ്പോൾ പുള്ളിയുടെ വേറൊരു എക്സ്പീരിയൻസ്. അപ്പം എനിക്ക് പല സ്ഥലത്തു നിന്നും ഓരോ എക്സ്പീരിയൻസ് കിട്ടിയതിൻ്റെ ഒരു അന്ന് നമ്മളുമായി സംസാരിച്ചപ്പോൾ താങ്കളുടെ ബാൻഡും മെറ്റലിലൊക്കെ എന്തിനാണ് ലിറിക്സ് എന്നൊക്കെയുള്ള സംഭാഷണം നമുക്ക് വന്നു. പക്ഷേ സിനിമയിലത്തെ പാട്ടുകളിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് എപ്പോഴും ലിറിക്സിനുണ്ട്. ആ ലിറിക്സിനനുസരിച്ചാണല്ലോ നമ്മൾ മ്യൂസിക് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ പലതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇമോഷൻ അതിലേക്ക് കൊടുക്കുക? എൻ്റെ പ്രോസസ്സ് നേരെ തിരിച്ചിട്ടാണല്ലോ. ഞാൻ ട്യൂൺ ചെയ്തിട്ട് എൻ്റെ ട്യൂണിൻ്റെ ഒരു സുഖത്തിനനുസരിച്ചിട്ടാണല്ലോ പുള്ളി ലിറിക്സ് എഴുതുന്നത്. അല്ല, പുള്ളിക്ക് ചിലപ്പോൾ ആ ഒരു മെലഡിയിലൊരു ചിലപ്പോൾ ഒരു ഹൈ പോകുന്ന സ്പേസിൽ പുള്ളിക്ക് ചിലപ്പോൾ ഒരു പ്രകാശമോ അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്കൊന്ന് ലിറിക്സിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഒരു ഹൈ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വാക്കാണ് അവിടെ ഫിറ്റിനാവേണ്ടതെന്നുള്ളതാണ്. ഞാൻ കൂടുതൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ തമ്പീരാൻ പോലത്തെ പാട്ടൊക്കെ ആയിരിക്കണം. അതാണ് ആദ്യമേ ഒരു പഴയ ലിറിക് ഉള്ളതുകൊണ്ട്. പക്ഷെ അതിനൊരു ടോട്ടൽ ഇമോഷൻ എനിക്കറിയാം, അത് വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാണ്ട് പക്ഷെ എന്നാലും അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല. ഒരു വാക്കുകളിനനുസരിച്ചിട്ടൊരു ട്യൂൺ ഹൈ, അത് പണ്ടത്തെ കമ്പോസേഴ്സ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വാക്കുകളിനൊരു കൂട്ടലും കുറയ്ക്കലൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ആക്ച്വലി അങ്ങനെയല്ല പോകുന്നത്. ഇപ്പം എൻ്റെ പ്രോസസ്സ് അതല്ല. ബാക്കി ആൾക്കാർ ചിലപ്പം എനിക്കത് വിഷ്ണു ഒക്കെ കൂടുതലും ലിറിക്സ് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതായിട്ടാണ് വിഷ്ണു പറഞ്ഞത്. കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും സ്ട്രക്കാകുമ്പോൾ ഞാൻ വിഷ്ണുവിനും ജസ്റ്റിനും ഇവരൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. എന്തെങ്കിലും എന്താണ് എങ്ങനെ നിങ്ങളെങ്ങനെയാ ചെയ്യുന്നത്, അതായത് അങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് നടക്കും. നമ്മള് വെരി ഓപ്പൺ പീപ്പിൾ ആണ്. എനിക്ക് അറിഞ്ഞൂടാ, പണ്ടത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെ ഒരു ചർച്ചയ്ക്കൊക്കെ ഓപ്പൺ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്കും അതും അറിയില്ല. ഞാനും അത്ര പ്രായമൊന്നുമില്ലല്ലോ. അപ്പം ജസ്റ്റിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ കണ്ണൂർ സ്ക്വാഡിൽ ഈ പറഞ്ഞ പോലെ മറ്റൊരു അമീർ തീം അത് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ജോണർ കുറച്ച് ഫോങ്ക് എന്ന് പറഞ്ഞൊരു ജോണർ. അത് ആക്ച്വലി ജസ്റ്റിൻ ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്രിസ്റ്റഫറിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജോണർ. അപ്പം ഞാൻ ഇപ്പം ജസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു, ജസ്റ്റിൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം ഞാൻ ചെയ്താൽ അത് ഭയങ്കര റിപ്പീറ്റേഷനായിട്ട് തോന്നും, അതായത് ആൾക്കാർക്ക് റിപ്പീറ്റേഷനായിട്ട് തോന്നും. ജസ്റ്റിൻ പറഞ്ഞു ഇത് അതുപോലെ ഇല്ലല്ലോ, ഇത്
അതായത് അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട് കൂടുതലും. ഓക്കെ ഓക്കെ ഓക്കെ. ലൈക്ക് ഇപ്പം ജസ്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയും വിളിക്കും. എനിക്ക് ചിലപ്പോൾ സിംഗേഴ്സിന് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ലൈക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ചോദിക്കുക, അല്ലാണ്ട് അങ്ങനെ അറിയാത്തൊരു കമ്പോസറിനെ വിളിച്ചിട്ട് ചിലപ്പം ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. പഴയ മ്യൂസിക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള മ്യൂസിക്കിൽ നിന്ന് എൻറ്റയർലി ഉടച്ചു വാർത്തത് തമിഴിൽ അനിരുദ്ധും ഇവിടെ സുഷിനും എന്നുള്ളൊരു സംസാരം. പക്ഷേ ഇപ്പോൾ അനിരുദ്ധിന് നമുക്കറിയാം, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയാം ഇത് അനിരുദ്ധാണ്, ഇത് അനിരുദ്ധൻ്റെ മറ്റേ സ്റ്റൈൽ തന്നെ. ആ ഒരു റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇത് ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. പക്ഷെ സുഷിന് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നുന്നു, പ്രത്യേകിച്ചും റീസെന്റ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ. അങ്ങനെ എല്ലാവരും പറയുന്നൊന്നുമില്ല. ഇപ്പം നെബുലകൾ ഇറങ്ങുമ്പോൾ എല്ലാവരും വന്ന് കണ്ണൂർ സ്ക്വാഡ് പോലെ ഇരിക്കുന്നു, അങ്ങനെ കമ്പാരിസൺ കുറേ ഉണ്ട്. അതായത് എൻ്റെ പാട്ടുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നെബുലകളായിരുന്നു ആദ്യം കമ്പോസ് ചെയ്തത്, കണ്ണൂർ സ്ക്വാഡ് അത് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷെ നെബുലകളുടെ ആ ടൈം കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ഞാൻ ചിലപ്പം എൻ്റെ ഒരു സാധനം ഉണ്ടാവുമായിരിക്കും. രണ്ടും ട്രാവലാണ് ബേസിക്കലി. അപ്പം അതിൻ്റെ എന്തോ ഒരു എലമെന്റ് കിടപ്പുണ്ട്. പക്ഷെ രണ്ടും ഡിഫറെന്റ് ഇമോഷനാണ്. ഒരാള് ഒരു ടീം മറ്റേ കളനെ പിടിക്കാൻ പോകുന്നു, ഇവിടെ ഇവർ എൻജോയ് ചെയ്യാൻ പോകുന്നു. അങ്ങനത്തെ രണ്ട് പരിപാടികളാണ്. പക്ഷേ ഓഫ് കോഴ്സ് അതൊക്കെ വരും. പക്ഷെ അത് ഞാൻ എപ്പോഴും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിൽ ആക്ച്വലി ഞാൻ അങ്ങനത്തെ ജോണർ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ജോണറാണ്. ഒത്തിരി വേറൊരു ജോണറിൽ ഇരിക്കുന്ന ഒരു പരിപാടി. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് ഭയങ്കര വ്യത്യാസമായിട്ട് ഇരിക്കുന്ന സോങ്സാ. എന്താണ് ഈ ജോണറിന്റെ വ്യത്യാസം? എന്ത് കൈൻഡ് ഓഫ് അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിക്കലി ഇപ്പൊ രോമാഞ്ചൊക്കെ പറയുന്ന പോലെ അതിന് രോമാഞ്ചത്തിലെ എല്ലാ സോങ്ങും ഭയങ്കര ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. ഇത് എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു സൗത്ത് സൗണ്ട് കുറച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ അനിരുദ്ധൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു അങ്ങനത്തെ ഒരു സൗത്ത് ഈ പടത്തിനത് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കളേഴ്സും എല്ലാം ഭയങ്കര ബ്രൈറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ട്രൈ ചെയ്യുന്നത്. അല്ലാതെ തന്നെ നമ്മൾ കേട്ട് ഇപ്പം സുഷിൻ തന്നെ എവിടെ പറഞ്ഞാണ്, എനിക്ക് ഈ മഞ്ഞുമൽ ബോയ്സ് മുതൽ എൻ്റെ സൗണ്ടിങ്ങിൽ എനിക്ക് വ്യത്യാസം വരുത്തണമെന്നുണ്ട്. മഞ്ഞുമൽ മുതൽ എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ സൗണ്ട് എനിക്ക് ബോറടിക്കുമ്പം എനിക്ക് എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പുഷ് ചെയ്താലല്ലേ എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഈ കഴിഞ്ഞ 2023 ന്യൂ ഇയറിൽ തോന്നിയൊരു തോട്ടായിരുന്നു. ഞാൻ കൊടൈക്കനാലിൽ ഇരുന്നിട്ട് ഞാൻ പല ആൾക്കാരെയും ഇങ്ങനെ ചോദിക്കും, എന്താണ് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുക, എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെ ഞാൻ അൻവർക്കേനെയും വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും. എന്താണ് നമുക്ക് ലിറിക്ക് ഇങ്ങനെ ഭയങ്കര ഇപ്പോൾ നെബുലകളുടെ ലിറിക്ക് ഞാൻ പുള്ളിയെടുത്ത് ആദ്യം ഇങ്ങനെ നമുക്കിങ്ങനെ സ്ട്രേറ്റ് ലൈനിലൊരു നീട്ടി പാടുന്ന പാട്ടുകൾ ഓക്കെ ആണോ മലയാളത്തിൽ, അങ്ങനെ ചെയ്യാറുണ്ടോ? കാരണം ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ചോപ്പി ലിറിക്സ് എന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? പുള്ളി അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്ന പോലെ നീ ചെയ്യ്. അപ്പം അതാണ്. അപ്പോൾ ഓരോ ആൾക്കാരായിട്ടുള്ള ചില കോൺവെർസേഷൻസ് ചിലപ്പം കമ്പോസിഷനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില ഇൻ്റർവ്യൂസും പരിപാടിയൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻസ് കിട്ടുന്നത്. ഡിപ്പെൻസ്. ഇപ്പം എനിക്ക് മഞ്ഞുമൽ വന്നപ്പം മഞ്ഞുമലിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കഥയാണ്, ഭയങ്കര ഒരു ഡിഫറെൻ്റായിട്ട് കേട്ടൊരു സാധനമായിട്ട് തോന്നി. പിന്നെ ചിദംബരത്തിൻ്റെ ഒരു ഇനീഷ്യൽ പ്ലാനിങ് വെച്ചിട്ട് എനിക്കറിയാം ഇതെന്തായാലും ഒരു നല്ല പരിപാടിയിലോട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ നല്ല ക്രൂ ആണ്, നല്ല ടീമായിട്ടുള്ള പരിപാടി, എന്തായാലും ചെറിയ പരിപാടി ആയിരിക്കില്ല എന്നറിയാം. അപ്പം എനിക്ക് എന്നെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നെബുലയാണെങ്കിലും കുതന്ത്രാണെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ട് സൗണ്ടിങ് വൈസ്. അപ്പം നെബുലയിൽ കുറച്ച് ഭയങ്കര ഒരു ഇലക്ട്രോണിക് ഒരു ബേസ് ലൈൻസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഒരു അങ്ങനത്തെ പരിപാടികൾ കൂടുതൽ മലയാളത്തിൽ വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കുറേ സിന്തും അങ്ങനത്തെ ഭയങ്കര സ്പേസ്ഡ് ഔട്ട് മെലഡീസ് ഇതൊക്കെ വർക്കൗട്ടായി വരുമെന്നുള്ളത് നമുക്ക് ആദ്യം അറിയില്ലല്ലോ. അത് വർക്കായില്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വർക്കൗട്ട് ആവുന്നത് സെക്കൻഡറി. അതിൽ പക്ഷെ എനിക്ക് ആൾക്കാർക്ക് അത് ഇൻസ്ട്രുമെന്റ് ഫീൽ ചെയ്തേ പറ്റൂ അങ്ങനെയൊന്നുമില്ല, അത് മനസ്സിലാവുക പോലുമില്ല. അത് പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആണ്. മറ്റേ അതിൻ്റെ അകത്തിരിക്കുമ്പം ആൾക്കാർക്ക് ഈ ക്ലോസ്ട്രോഫോബിയൊക്കെ തോന്നാൻ വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് സൗണ്ട് ഡിസൈൻ ആയിട്ട് പിടിച്ചതാണ്. പക്ഷെ അതെന്നെ കൂടുതലും ഷിജിൻ ഹട്ടൻ പുള്ളിയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തത്. അപ്പോൾ പുള്ളിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ അവിടെ വീണ വായിച്ചിട്ടില്ല, ഞാൻ അതിന് പകരം ഡിസൈനിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള എൻ്റെ ഒരു മ്യൂസിക്കൽ ഡിസൈനായിട്ടാണ് ഞാനും പിടിച്ചത്. അതിൻ്റെ ഒരു ഫുൾ റീൽ ആ സൗണ്ട്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അത് ഇതിനു വേണ്ടി മാത്രമാണോ അതോ ഇനി ഈ കൈൻഡ് ഓഫ് ഇല്ല എനിക്കൊന്ന് ഇത് വൺ ടൈം യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഞാൻ മഞ്ഞുമലിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനം. അത് ഇനി അതിൻ്റെ മുകളിൽ ഇനിയിപ്പം വരച്ചെടുക്കാൻ സൗണ്ടൊന്നും ഇല്ല, മാക്സിമം ഞാൻ ഉപയോഗിച്ച്. അതുപോലെ മഞ്ഞുമൽ ബോയ്സിൽ എനിക്ക് തോന്നുന്നു പണ്ട് മാളൂട്ടി പടം ഏതാണ്ട് ഇതുപോലൊരു കഥ പറയുന്ന ഒരു സംഭവമാണ്. പിന്നെ മലയം കുഞ്ഞും ഇതുപോലത്തെ ഒരു കഥ. സോ
അതെല്ലാം നമ്മളൊന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ ഒരു മ്യൂസിക് ഉണ്ടാക്കിയ സമയത്ത്? ഇല്ല ഇല്ല. ഇല്ല. ഞാൻ മാളൂട്ടി ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ. എനിക്കന്ന് കണ്ടപ്പോൾ നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതും ഒരു സീറ്റിൻ്റെ അടിച്ചിൽ ഇരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്ലാൻ. ഇങ്ങനെ വിറ്റ്നസ് ചെയ്തു, സൈഡിൽ ഇരിക്കുന്ന ആളെങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ നാഗം കടിച്ചിട്ട് ഇങ്ങനെ അറ്റത്തിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓക്കെ വർക്കിംഗ്. അത് വെച്ചാൽ അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. അങ്ങനെ ഒരു ഹൊറർ ഫിലിമൊക്കെ കാണുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ അടുത്തത് എന്താന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ഓരോ പോയിന്റിൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ കൈയടി വരുമ്പം അത് എനിക്ക് കരച്ചിട്ട് വന്ന്. കാരണം അത് വർക്കാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് പടം കഴിയുമ്പോൾ ഒരു കൈയടി എന്ന് പറയുന്നത് വെരി നൈസ്. അതായത് അതിലും വേറെ ഇമോഷനൊന്നും ഇല്ല ഒരു പടം കഴിയുമ്പം നമുക്ക് കിട്ടാൻ. അതാണ് നമ്മുടെ ലഹരി. ലഹരി. പല സിനിമകളിലും ആ സിനിമയുടെ ഓരോ സീനും ആ ഒരു ഇമോഷൻ നമ്മളുടെ അടുത്തേക്ക് ആഴത്തിൽ കയറുന്നുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിനകത്ത്. മേ ബി ഇന്നത്തെ മൂഡായിരിക്കില്ല നാളെ വരുമ്പോൾ നമുക്ക് വേറൊരു മൂഡ് വരാം. ഇതിങ്ങനെ സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഇത് നമ്മളെ പഴയ ഒരു രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് മറ്റേ സ്ഥിരം ഒരു മെലഡി, എന്തായാലും ഒരു ട്യൂൺ വേണം, ഒരു ക്യാച്ചി ആയിരിക്കണം എന്നുള്ളൊരു തോട്ടുള്ള പ്രോസസ്സും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മഞ്ഞുമല്ല അങ്ങനെയല്ല ചെയ്തത്. അതായത് എനിക്കൊരു മെലഡിയും ക്യാച്ചി ആവണമെന്നില്ല. എനിക്കത് ആ ഇമോഷൻ ഫീൽ ചെയ്താൽ മതി. അത് മാറ്റി ചിന്തിക്കുന്ന രീതികളുണ്ട്. ചില പടങ്ങളിൽ ചിലപ്പം മറ്റേ കൺവെൻഷൻ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഇതാണ് ഫീൽ ചെയ്താൽ മതി ആൾക്കാർക്ക്. ഇപ്പം ആൾക്കാർക്ക് മഞ്ഞുമല കാണുമ്പം അത് ഇമോഷൻ കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പം അത് ഒരു ക്യാച്ചി മെലഡി കാരണമല്ല, അത് മൊത്തം അതിൻ്റെ കൂടെ ഈ ഒരു മൊത്തം ഓർക്കസ്ട്രയും അതിൻ്റെ ഒരു രസമുള്ള പ്രോഗ്രഷൻസും വരുമ്പം ആൾക്കാർക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പം, ആൾക്കാർക്ക് കരയാൻ പറ്റുന്നുണ്ടെന്ന് അറിയുമ്പം വേറൊരു സാധനം ഈ ആൾക്കാരിലോട്ട് എത്തുന്നതിന് മുമ്പ് ഇത് ഞാൻ കേട്ടിട്ട് ഞാനാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത് ഇത് ഈ കരച്ചിൽ വരുന്നുണ്ടോ. കാരണം ഞാൻ കരഞ്ഞ സീൻസാണ് ഈ മൊത്തം ഞാൻ ചെയ്യുമ്പം. എനിക്കത് ചെയ്യുമ്പോഴേ ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരുന്നിട്ട് ഞാൻ കുറച്ചേരം ഇങ്ങനെ തുടച്ചിട്ട് കുറച്ചേരം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഇത് വെക്കുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. വേറെ ആരും കാണാൻ പാടില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുമ്പം. അപ്പം ദാറ്റ്സ് മൈ പ്രോസസ്സ്. അപ്പം എൻ്റെ സംഗീതം കേട്ട് ഞാൻ തന്നെ കരഞ്ഞു. ഓഫ് കോഴ്സ് അത് എനിക്ക് ആ സീനുമായിട്ട് ഈ മ്യൂസിക് ഭയങ്കരമായിട്ട് എന്നെ ഇമോഷൻ വരുത്തുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അതിലും മുകളിൽ വേറെ ഒന്നുമില്ല.